പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനത്തിന് വിഘാതമാകാൻ സാധ്യതയുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കി വച്ചിരുന്നു. ഇവരെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഇവരെ സാഹചര്യം ഒത്തുവരുമ്പോൾ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഈ പട്ടികയുടെ ഉദ്ദേശം. ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ടർമാർ എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വിഭാഗം പ്രവർത്തകരെ നിയോഗിക്കുകയും അവർ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ പറയുന്ന പട്ടികയിൽപ്പെടുന്ന ആളുകളുടെ വിവരങ്ങൾ ഈ റിപ്പോർട്ടർമാർ ശേഖരിക്കും. അതായത് ഇവർ എവിടെ പോകുന്നു, ഇവരുടെ ജോലി എന്താണ്, ഇവരുടെ പ്രധാനമായും ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നത് BJP RSS പ്രവർത്തകരാണ്, ഇവരുടെയൊക്കെ സംഘടനാപരമായ ചുമതല എന്താണ് ഇവരുടെ വ്യക്തിപരമായ തൊഴിൽ അല്ലെങ്കിൽ ജോലി, ഇതെല്ലാം കൃത്യമായി വയ്ക്കുകയും ഇവരുടെ ഒരു ദൈനംദിന പരിപാടികൾ എങ്ങനെയാണ്, എത്ര മണിക്കാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, എപ്പോഴാണ് ഇവർ വീട്ടിലേക്ക് തിരികെ എത്തുന്നത്, ഇവർ സ്ഥിരം സന്ദർശിക്കുന്ന പ്രദേശങ്ങൾ എവിടെയൊക്കെ എന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടർമാർ നൽകും. ഇതെല്ലാം സംഘടന സൂക്ഷിച്ചു വയ്ക്കുകയും സർവീസ് വിഭാഗം എന്ന് മറ്റൊരു വിഭാഗം ഇവർ കൃത്യമായി തന്നെ കൊലപ്പെടുത്തേണ്ട സമയത്ത് ഇവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും.